നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പണിക്കർ സാറ് ചരട് ജപിച്ച് കെട്ടി തന്നോ? അതെ അമ്മേ. ദേ ഈ ചരട് കയ്യിലുള്ളിടത്തോളം കാലം ഭയപ്പെടാനൊന്നുമില്ലെന്ന് പണിക്കർ സാറ് പറയുകയും ചെയ്തു. പിന്നെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് തന്നെ മംഗളമായിട്ട് നടക്കുമെന്നും പറഞ്ഞു. എന്റെ അറിവില് പണിക്കർ സാർ ഒരിക്കലും ആർക്കും ചരട് ജപിച്ചു കൊടുക്കില്ല. തന്നെയുമല്ല, അത്തരം കാര്യങ്ങൾക്കൊക്കെ അദ്ദേഹം എന്നും എതിരുമായിരുന്നു. ആ പണിക്കർ സാറ് ചരട് ജപിച്ച് കെട്ടുക എന്നൊക്കെ പറഞ്ഞ ചരട് ജപിച്ച് കെട്ടിയത് ഒരിക്കലും പണിക്കരായിരിക്കില്ല. അത് ഘോരയുടെ ആൾമാറാട്ടം തന്നെയാവും. ശ്രീകലയുടെ മനസ്സ് മാറാതിരിക്കാൻ ഘോരയുടെ തന്ത്രം. തമ്പി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? താനും പണിക്കർ സാറിന്റെ അടുത്ത് പോയിട്ടുള്ളതല്ലേ? എപ്പോഴെങ്കിലും പണിക്കർ സാറ് ചരട് ജപിച്ച് കെട്ടിയതായി ഓർക്കുന്നുണ്ടോ? എന്റെ ഓർമ്മയിലും അങ്ങനെയില്ല. പിന്നെ പറയാൻ പറ്റില്ല. കാലം മാറിയതിനനുസരിച്ച് പണിക്കർ സാറും മാറിയതാവും. ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരും തന്റെ അടുത്തേക്ക് വരില്ലെന്ന് തോന്നി പുള്ളിയും പുതിയ രീതികളൊക്കെ പരീക്ഷിക്കുന്നതാവും. എന്തായാലും പ്രശ്നത്തിന് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഈ ചരട് കെട്ടിയതുകൊണ്ട് തനിക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. എന്ന് കരുതി ഇനി ഇങ്ങനെ ആരോടും പറയാതെ പുറത്തേക്കൊന്നും പോരുത്. മൂകാംബിക ദർശനവേളയിൽ ദേവിയുടെ സന്നിധിയിൽ പൂജിച്ച ചരടുകളും കുങ്കുമപ്രസാദവും സന്ദീപ് കൂടെ കൊണ്ടുവന്നിരുന്നോ? ഞാനത് വീട്ടിൽ പൂജാമുറിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. എങ്കിൽ അതിൽ നിന്ന് ഒരു ചരടെടുത്ത് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് അമ്മയുടെ വലത് കൈയിൽ കെട്ടിക്കൊടുക്കുക. അല്പം കുങ്കുമപ്രസാദവും തൊടിയിക്കുക. അമ്മയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഇപ്പോഴത്തെ ഈ വിഭ്രാന്തിയിൽ നിന്ന് അമ്മ മെല്ലെ മോചിതയാവും. എന്നാ അങ്ങനെ ചെയ്യാൻ വിദ്യമേ. ഈ ജന്മം ഇവിടെ ഇങ്ങനെ വന്ന് തൊഴാൻ പറ്റുമെന്ന് കരുതിയതല്ല. അതിനെനിക്ക് ഭാഗ്യം തന്നല്ലോ. ശരിയാ, എന്നെ വീണ്ടും ഈ തിരുനടയിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് മോള് പറഞ്ഞപ്പോ അതെന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പൊ അച്ഛന് വിശ്വാസമായി. എന്റെ മോൾ എന്ത് പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും അത് മൂകാംബിക അമ്മ സാധിച്ചു തരുമെന്ന്. ആഹാ, അച്ഛന്റെ മുഖത്താണോ അതോ മോളുടെ മുഖത്താണോ ഇപ്പൊ കൂടുതൽ തെളിച്ചെന്ന് സാക്ഷാൽ ദേവിക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ. വിദ്യാമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും സഹായിച്ചതിനും നിങ്ങളോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. അതിന് എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു എന്ന് പറയുന്ന സഹായമൊക്കെ ഒരു നിയോഗമായിട്ട് കണ്ടാ മതി. ജ്ഞാനേശ്വരിയായ ജഗദംബ എന്നിലൂടെ നടത്തുന്ന നിയോഗം. പിന്നെ പെട്ടെന്നുള്ള ഈ തിരിച്ചുവരവിന്റെ കാരണം ദേവൂട്ടി എന്ന മോളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയാ. ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദിവ്യ ഔഷധം മറ്റൊന്നുമില്ല.
വിദ്യാമ്മ പറഞ്ഞത് 100% ശരിയാ. എന്റെ മോള് മനസ്സുരുകി ദേവിയോട് പ്രാർത്ഥിച്ചതുകൊണ്ടാ മരണം മുന്നിൽ കണ്ട ഞാൻ ഇപ്പൊ ഇങ്ങനെ ആരോഗ്യത്തോടെ ഈ മണ്ണിൽ നിൽക്കുന്നു. ഈ ലോകത്ത് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാ എന്റെ മോള്. ദേവിക്ക് പ്രിയപ്പെട്ടവളാണ് ദേവൂട്ടി. ദേവൂട്ടി പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കാതിരിക്കുന്നത് എങ്ങനെ? ശരിയാ. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ വിദ്യാമ്മ എനിക്ക് സങ്കടം. എന്റെ മോള് ദേവിയുടെ അനുഗ്രഹമുള്ളവളാ. പക്ഷെ ഇത്രയും ദേവി ഭക്തിയായ എന്റെ കുഞ്ഞിന് ദേവി എന്താ സംസാര ശേഷി കൊടുക്കാത്തത്? ആ നാവ് കൊണ്ട് ദേവീകീർത്തനം ചൊല്ലാനുള്ള ഭാഗ്യം